സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 107 22 തിരുവചനം. അവർ സ്തോത്രയാഗങ്ങളെ കഴിക്കുകയും സംഗീതത്തോടുകൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 107 സങ്കീർത്തനം 22 തിരുവചനത്തിൽ ഒരു വിഭാഗം ജനങ്ങളെ ഓർത്തുകൊണ്ട് അവർ എന്തു ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് നിർദ്ദേശിക്കുകയാണ്. ആരാണ് ആ വിഭാഗം ജനം? അവർ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ടവരാണ്. അവർ തങ്ങളുടെ കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിച്ച് ദൈവം അവരുടെ നിലവിളി കേട്ട് രക്ഷിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ വലങ്കൈ അവർക്ക് വേണ്ടി പല പ്രാവശ്യം പ്രവർത്തിക്കുവാനിടയായി. അവർ സ്വന്തമായ ഒരു ദേശമില്ലാതെ അലഞ്ഞ് ഉലഞ്ഞ വലഞ്ഞ ഒരു ജനമായിരുന്നു. അവർ ദൈവത്തിൻ്റെ വിളി കേട്ട് പുറപ്പെട്ടവരാണ്. ദൈവം അവർക്ക് ഇടയനായിരുന്നു. അവരുടെ സൃഷ്ടാവ് അവർക്ക് രക്ഷകനായിരുന്നു. ആ ദൈവം അവർക്ക് പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും കൂടെ ഇരുന്ന് അവരെ വഴി നടത്തി. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ അവരെ കൊണ്ടു ചെല്ലേണ്ടതിന് ആ സർവശക്തനായ ദൈവം തന്നെ അവരെ നേരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തുകയായിരുന്നു. ആ ദൈവം അവർക്ക് പല പ്രാവശ്യം മന്നയും കാടപ്പക്ഷിയും വർഷിച്ചു കൊടുത്തു. ദൈവദൂതന്മാരുടെ ഭോജനമായ ഭക്ഷണമായ മന്ന കൊണ്ടും അവരെ തൃപ്തിപ്പെടുത്തി. അവർക്ക് വേണ്ടി അവരുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്തു. ഈ ജനത്തെ ഇസ്രായേൽ ജനമെന്ന് പറഞ്ഞു വരുന്നു. അവർ എപ്പോഴെല്ലാം ദൈവത്തോട് അനുസരണം കാട്ടാതെ മുഖം തിരിച്ചു കളഞ്ഞു, അപ്പോഴൊക്കെ ദൈവത്തിൽ നിന്നും അവർക്ക് ശിക്ഷ ലഭിച്ചു. അവരുടെ ശത്രുക്കൾ അവരെ കീഴ്പ്പെടുത്തുവാനിടയായി. എങ്കിലും അവരുടെ അരിഷ്ടതയെ ഓർത്ത് ദൈവം അവരെ പിന്നെയും പിന്നെയും രക്ഷിച്ചു. ഇങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഇസ്രായേൽ ജനം. അവർ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളി പോലെയാണ്. അവർക്ക് ശത്രുക്കൾ വളരെയേറെ ഉണ്ടായിരുന്നു. അവരെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരുന്ന ദേശത്തിൻ്റെ നാലുപാടും പാർക്കുന്നവർ അവർക്ക് ശത്രുക്കളായി തീർന്നു. ഇവർ ചെറിയ ഒരു സമൂഹമായിരുന്നു. പല പ്രാവശ്യം വലിയ വലിയ ദേശങ്ങൾ, അവരുടെ രാജാക്കന്മാർ, സൈന്യങ്ങൾ അവരെ നശിപ്പിക്കുവാനായിട്ട് അവരോട് യുദ്ധം ചെയ്തു. ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് അവരെ രക്ഷിച്ചു. ഈ ജനമാണ് ഇസ്രായേൽ ജനം. ആ ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ് നാം ഇന്ന് 107 സങ്കീർത്തനം 22 തിരുവചനത്തിൽ വായിച്ചത്. അവർ എന്ത് ചെയ്യണമെന്ന്? അവർ സ്തോത്രയാഗങ്ങളെ കഴിക്കണം.
സംഗീതത്തോടുകൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കണം. കാരണം ദൈവം അവർക്ക് വേണ്ടി വലിയവ ചെയ്തിരിക്കുന്നു. അവർക്ക് വേണ്ടി മാത്രമല്ല, ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും കഴിഞ്ഞ നാളുകളിൽ ദൈവം ഇസ്രായേലിനു വേണ്ടി വൻകാര്യങ്ങൾ ചെയ്ത് അവരെ രക്ഷിച്ചതുപോലെ നമ്മെയും രക്ഷിച്ചിരിക്കുന്നു, വിടുവിച്ചിരിക്കുന്നു, ജീവനുള്ളവരുടെ ദേശത്ത് ആക്കി വച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നാം ഈ വേദഭാഗത്ത് എഴുതിയിരിക്കുന്നത് പോലെ ദൈവത്തിന് സ്തോത്രയാഗങ്ങളെ കഴിക്കുകയും സംഗീതത്തോടുകൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുകയും വേണം. ആമേൻ.